നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഓഗസ്റ്റ് മാസം 11-ാം തീയതി 1200-ാം ആണ്ട് കർക്കിടക മാസം 26-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം ചതയം നക്ഷത്രമാണ്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച, ചന്ദ്രൻ്റെ ദിവസം. ഒരു ഗ്രഹങ്ങളോടും ശത്രുതയില്ലാത്ത ഒരേ ഒരു ഗ്രഹമേ ഉള്ളൂ, അത് ചന്ദ്രനാണ്. അപ്പോൾ നല്ല ദിവസമാണെന്ന്. ചതയ നക്ഷത്രവും വന്നിരിക്കുകയാണ്. ചതയം ശുഭനക്ഷത്രവുമാണ്. അപ്പോൾ ശുഭനക്ഷത്രം, ശുഭദിവസം. അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ഒരു ദിനമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഒരു കാര്യവും മാറ്റിവെക്കാതെ ശുഭകാര്യങ്ങൾക്ക് ഇന്ന് ഇറങ്ങണം. ചിലപ്പോൾ നമുക്ക് ചില ദിവസങ്ങൾ മാത്രമേ നല്ലത് കിട്ടുള്ളൂ. ഒരാഴ്ചയിൽ ചിലപ്പോൾ 1-2 ദിവസം ചിലപ്പോൾ നല്ലത് കിട്ടിയെന്നിരിക്കും. ആ ദിവസം നമുക്ക് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാമോ അത്രയ്ക്കും നമുക്ക് റിസൾട്ട് ലഭിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ വേസ്റ്റ് ഓട്ടോ ആയി പോകും. നമ്മൾ പോകുന്ന ആളിനെ കാണില്ല, അതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആവാതെ വരും. അതുകൊണ്ടാണ് നല്ല സമയം പറഞ്ഞു തരണേ. ആ സമയത്തെ മാക്സിമം യൂസ് ചെയ്യുക. ചതയ നക്ഷത്രം, കർക്കിടക മാസത്തിലെ ചതയ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമാണ് പ്രദാനം ചെയ്തു തന്നിരിക്കുന്നത്. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വാഹനം കൊടുത്ത് പുതിയ വാഹനം വാങ്ങാൻ നിൽക്കുന്നവർക്ക് ഒക്കെ നല്ല സമയമാണ്. അതുപോലെ വീട് വെക്കാനോ വീട് വാങ്ങാനോ മെയിൻ്റനൻസ് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ്. അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ദിവസം കളയരുത്. നമുക്ക് ഈ സമയത്തെ വിനിയോഗിക്കണം. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് പോകാനും, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാനും ഒക്കെ ശ്രമിക്കുന്നവർക്കും ഏറ്റവും അനുകൂലപ്രദമായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ഉഴപ്പാതെ, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് മാറ്റി വയ്ക്കാതെ ഇത്തരം കാര്യങ്ങൾക്ക് തുനിയണം. അത് വിജയിക്കും. അതുപോലെ ഇന്ന് നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യത്തിന് പോകുമ്പോഴും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. 7:30 മണി മുതൽ 9 മണി വരെ എന്ന കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 7:30-ക്ക് തുടങ്ങില്ല. 7:55 രാവുകാലം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 9:25 വരെ രാവുകാല സമയമുണ്ട് താനും. ഈ സമയം ശുഭയാത്രയ്ക്ക് എടുക്കരുത്. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയമുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ഇന്ന് ഗുളികകാല സമയം വരുന്നത് 2:02 തൊട്ട് 3:34 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 10:57 തൊട്ട് 12:30 വരെയും. ഈ സമയം പ്രപഞ്ചത്തിൽ നെഗറ്റീവ് ബാധിച്ച സമയമാണ്. ഇവർ രണ്ടുപേരുടെയും പ്രവർത്തനം നടക്കുന്ന സമയമായതുകൊണ്ട് ഈ സമയം ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. അതുപോലെ തന്നെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കുന്നത് 12:06 തൊട്ട് 12:54 വരെ 48 നേരം. ഈ സമയം നമുക്ക് വളരെ ശുഭപ്രദമായ സമയമാണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ സമയവും എടുക്കാവുന്നതാണ്. അതുപോലെ ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വെളുത്ത വസ്ത്രമോ പേളിൻ്റെ കളറിലുള്ളതോ അതുപോലെ വെളുപ്പ് മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. അപ്പോൾ ഇന്നത്തെ ദിവസം സർവ ഐശ്വര്യപ്രദമായി എല്ലാവർക്കും ഗുണം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.